യാ സാറ് വരാൻ വൈകും. ഷുവർ ഷുവർ ഷുവർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജത്മലാനി. ഹലോ സർ, ഐ എം നിതേഷ്. സർ, ഐ എം വെരി എക്സൈറ്റഡ് ടു ഇന്റർവ്യൂ സർ. വാട്ട് ഇന്റർവ്യൂ? സർ, ദ ബുക്ക് ഐ എം റൈറ്റിംഗ് സാറാണ് ഡേറ്റ് തന്നത്. I'm 96. I don't remember anything. സർ, സാറല്ലേ എന്നോട് വരാൻ പറഞ്ഞത്? നിതേഷ് വാസ്വാനി, സ്പൈറൽ ബം പബ്ലിക്കേഷൻ. ഇന്ത്യൻ ജുഡീഷ്യറി കോൺട്രവേഴ്സി കേസിനെ കുറിച്ച് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മെനഞ്ഞാന്ന് രാത്രി 9:30 ഫോൺ ചെയ്തു. I'm 96. I remember everything. എന്താ? Come. I don't have all day. Shoot. അതെന്താണ്? സർ, ഇത് മെമ്മറി ഇല്ലേ? സോറി സർ. No. Leave it on. I don't trust you. സർ, അത് കാവസിന്റെ കേസിനെ പറ്റി എന്തെങ്കിലും പറയൂ. What case? സർ, കാവസിന്റെ കേസ് നിങ്ങൾ വാദിച്ചില്ലേ അത്? No. സർ, യു ഡിഡ് സർ. ആ നേവി ഓഫീസർ കാവസ്, അതുകൊണ്ട് ജൂബി ട്രയൽസ് അബോളിഷ്ഡ് ആയില്ലേ ആ കേസ്? Are you sure ഞാനാണോ കേസ് വാദിച്ചത്? സർ, Navy officer? No. Navy commander? Yes. Commander Kavas Manikchand Nanavati. Nanavati versus State of Maharashtra. He was put upon trial under Section 302 and 304, Part 1 under the Indian Penal Code, for the alleged murder of his wife's lover. സർ, അപ്പോൾ ഇത് ക്രൈം ഓഫ് പാഷൻ അല്ലേ സർ? Sure. Passion. But more than that was a crime of manipulation. Crime of drama. The crime that no one ever forgot. 1959 മുംബൈയിൽ സംഭവിച്ചതാണിത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 12 വർഷത്തിന് ശേഷം സിനിമയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. പുതിയ ഫാഷനായി വെസ്റ്റേൺ ഡ്രസ്സുകൾ വന്നു. വിദേശികളുടെ വിനോദങ്ങളെല്ലാം നമ്മുടെ വിനോദമായി മാറിയിരുന്നു. അതുപോലെ തന്നെ അവരുടെ ജീവിത രീതിയും. നിരത്തുകളിൽ വിലയുയർന്ന കാറുകൾ പോകുന്നു. ഭാരതത്തിന് മൊത്തത്തിലൊരു മാറ്റം. പക്ഷെ ചിലർ ഈ ട്രെൻഡിൽ നിന്നും കുറച്ച് പിന്നിലായിരുന്നു. They were matching forward and backward. അന്ന് ഏപ്രിൽ 27, ഇൻസ്പെക്ടർ ജോണിന്റെ പിറന്നാൾ. ഈ ദിവസം മൊത്തത്തിൽ ഒരു ആഘോഷമായിരുന്നു. ഓഫീസേഴ്സ്, ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ഞാൻ ഒരാളെ കൊന്നു. കമാൻഡർ കാവസ് മാണിക്ഷോ നാനാവതി, സെക്ഷൻ 302 അനുസരിച്ച് മർഡർ ചാർജ്. നിങ്ങൾ പ്രേം ഭഗവാൻദാസ് സാഹുജിയെ കൊന്നതായി ആരോപിക്കപ്പെടുന്നു. The fucking honorable has been killed, my brother. He is not a killer. He is a hero. സോൾജിയർ എപ്പോഴും അതിർത്തിയിലാണ് നിൽക്കാറുള്ളത്. അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല. The nation is family. He is under threat. He kills. ഡൽഹി. ഇതിനെക്കുറിച്ചാണ് ഇപ്പോഴെല്ലായിടത്തും ചർച്ച. He in love to me. Enough. ആ നെറിയട്ടവള് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. മാരിറ്റൽ സ്റ്റേറ്റസ് ഇടയിൽ വരാനേ പാടില്ല. കുറ്റം ചെയ്തിട്ടില്ല. ഇവിടെ ഡിഫൻസ് സിൽവിയ നാനാവതിയെ അവരെ ഒരു മോശക്കാരിയാക്കി മാറ്റി. എന്റെ ഭാര്യ ഒരിക്കലും ഡീഫോൾട്ട്. ഈ കേസ് ഒബ്ജക്ഷൻ മൈ ലോർഡ്. Sorry to save the image of my girl. ഒരാളുടെ വീട്ടിൽ കയറി അയാളെ കൊല്ലാൻ നിയമം ആരെയും അനുവദിക്കുന്നില്ല. അത് കുറ്റകരമാണ്. See, you are making a big mistake. Yes, she's lying. എനിക്ക് വേണ്ടി ഒന്ന് കൺസിഡർ ചെയ്യൂ. എല്ലായിടത്തും സംഭവിക്കുന്നതാ. ഒരിക്കലുമില്ല. I love Kavas Manikchand. How to death. ഈ കഥ കേൾക്കാൻ കൊള്ളാം.
ഓഹോ, ഒന്നാം തരം മീനാണല്ലോ. കൊള്ളാം. ആ. ഇന്നത്തെ ഗസ്റ്റ് ആരാണാവോ? നമ്മുടെ ഡിഗ്രോ. ഓ, കാവസിന് വേണ്ടിയാണ് ഇതൊക്കെ അല്ലേ? ഒന്ന് ചെന്ന് വാതിൽ തുറന്നു കൊടുത്തേ. ചെല്ല്. എന്താ അശോക്? സാർ ദുൻഷ വീട്ടിലേക്ക് വേഗം വരാൻ പറഞ്ഞു. ആഹാ, അല്ല, എന്താ ഇത്? രഞ്ജിത്ത് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞെന്നാ. ഈ സമയത്തൊന്നും പോകണ്ട. മേരാ, പോലീസ് കാവസിനെ അറസ്റ്റ് ചെയ്തു. വെൽക്കം സർ. കട്ടാരി, വന്നതിൽ സന്തോഷം സർ. ക്യാപ്റ്റൻ കോളി ആൻഡ് പ്രവാസ് മാർഷൽ സാമുവൽ. It has a runway that's 6,000 feet long. It was a long bearing capacity of 90,000 kilograms. These here are the hangars, sir. In case of emergency takeoff, the aircraft can taxi from the hangars to the runway under 2 minutes, sir. This is the best aircraft carrier after China. വെരി ഇംപ്രസീവ്. പിന്നെ കട്ടാരി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, ആരാണ് ബെസ്റ്റ് അഡ്മിറൽ ഓഫ് ദി ഫ്ലീറ്റ് ഫ്രം യുവർ ഡിപ്പാർട്ട്മെന്റ്? ഒരു പേരേ ഉള്ളൂ സർ. അതാരാ? നാനാവതി. കമാൻഡർ കാവസ് മാണിക്ഷോ നാനാവതി. യെസ് സർ. ഫൈൻ ചോയ്സ്. നാനാവതി സോ ഗുഡ്. അയാളെ വിടുകയാണെങ്കിൽ നിങ്ങളെ വരെ റീപ്ലേസ് ചെയ്യും. സാറ് പറഞ്ഞത് ശരിയാണ് സർ. യെസ്. Excuse me. Can I have a moment, please? എക്സ്ക്യൂസ് മീ സർ. പാകിസ്ഥാന്റെ ആക്രമണം മറ്റോ ഉണ്ടായോ? No, sir. ഞാൻ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് മീറ്റിംഗിലാണ്. അത് ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. നൗ ടെൽ മീ, വാട്ട് ഈസ് ഇറ്റ്? Sir, Commander Nanavati shot a civilian. And that civilian is dead. പേര്? കമാൻഡർ കാവസ് മാണിക് ഷാ നാനാവട്ടി. ആരെയാണോ കൊന്നത് അവരുടെ പേര്? പ്രേം ഭഗവാൻ ദാസ് അഹൂജ. .38 സ്മിത്തിൻ വെസൽ. യാ, ദാറ്റ് വാസ് ദ ഗൺ. എത്ര ബുള്ളറ്റ് വേണ്ടി വന്നു? 3. പ്രേം അഹൂജയുടെ കയ്യിൽ വെപ്പൺസ് വല്ലതും ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. മേർഡർ എവിടെ വെച്ചായിരുന്നു ചെയ്തത്? പ്രേം അഹൂജയുടെ ബെഡ്റൂമിൽ. എന്തെങ്കിലും വിറ്റ്നസ്? സാറ് നല്ല സന്തോഷത്തിലായിരുന്നു. ചായ കുടിച്ചോണ്ട് എന്നോട് പറഞ്ഞു, ദീപക് ചൂട് കൂടുതലാന്ന്, എനിക്കൊന്ന് കുളിക്കണം, നീ ചെന്ന് ടവൽ എടുത്തോണ്ട് വാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ടവൽ എടുക്കാൻ പോയി. ടവൽ എടുത്തോണ്ട് വന്നപ്പോ ആ സമയത്ത് ഡോർ ബെൽ അടിച്ചു. കഥവ് തുറക്കുമ്പോൾ എൻ്റെ മുന്നിൽ കമാൻഡർ സാറായിരുന്നു. എന്നോടൊന്നും പറയാതെ നേരെ സാറിൻ്റെ മുറിയിലേക്ക് അദ്ദേഹം പോയത്. ഠോ 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 3 വെടി പൊട്ടുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കമാൻഡർ സാറിൻ്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. പിന്നെ താഴെ മൊത്തം രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനുള്ളിൽ ഞങ്ങളുടെ സാറ് മരിച്ചു കിടന്നു. നിങ്ങൾക്ക് പ്രേം അഹൂജയെ എങ്ങനെ അറിയാം? സോഷ്യലി. എന്തിനായിരുന്നു ഈ കൊലപാതകം? ജോലി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഞാൻ വരികയായിരുന്നു. എല്ലാം നോർമലാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എല്ലാം അങ്ങനെ ആയിരുന്നില്ല. ഹേ ബ്യൂട്ടിഫുൾ. ഐ റിയലി മിസ് യു. നിനക്ക് സർപ്രൈസസ് ഇഷ്ടമല്ലേ? എവിടെയെങ്കിലും പുറത്തു പോകണോ? ഐ ഹാവ് എ ബെറ്റർ പ്ലാൻ. കിഡ്സിനോടൊപ്പം അമ്മ പോകട്ടെ, നമുക്കിവിടെ തന്നെ ഇരിക്കാം. വാട്ട് ഈസ് ദേ? വാട്ട്സ് റോങ്? ഇറ്റ് മൂവി ക്യാൻ വെയിറ്റ്. നീ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ.
നീ എന്തായി പറഞ്ഞു വരുന്നേ? നീ വളരെ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. What is it? Is there someone else? Is there someone else? Who is it? Who is it? Sylvia, who is it? Prem Ahuja. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? 1 വർഷമായി. 1 വർഷം. പ്ലീസ് എന്തെങ്കിലും സംസാരിക്കുക കവാസ്. നീ ഇപ്പൊ മൂവിക്ക് പോന്നാ നല്ലതെന്ന് തോന്നുന്നു. നീ നല്ല വിഷമത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം. സിൽവിയ, ജസ്റ്റ് ഞാൻ ഇപ്പൊ വരാം. സർ, ഹി ഡിഡ്ന്റ് കം ബാക്ക്, റൈറ്റ് സർ? ജീനിയസ്. ഇത്ര ഇന്റലിജൻസ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? സർ, അതിനുശേഷം ആർ യു വെൽ ട്രാവൽഡ്? അത് Answer my question. സർ, സോറി സർ, എന്താ ക്വസ്റ്റ്യൻ? You have a memory of a goldfish. What is wrong with this generation? I asked you, are you well traveled? യെസ്, കൈൻഡ് ഓഫ് സർ, ഐ മീൻ Yes or no? നോ സർ. Well traveled people and news are never forgotten. ഇന്റർനെറ്റ് ഇല്ലാതെ ഈ വാർത്ത പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിൽ എത്തിപ്പെട്ടു, who was busy fending off the Chinese. Yes, sir. Mr. Prime Minister. The Chinese president is giving hiccups, thinking about me and the war. എന്താ ചെയ്യാൻ പോകുന്നത്? പാകിസ്ഥാൻ ഇഷ്യൂയിൽ എന്റെ റിയാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഞാൻ ഇത്രയും പ്രോബ്ലത്തിലുള്ളപ്പോ ഒരു സ്ത്രീയുടെ അഫയർ കാര്യങ്ങളിൽ തലയിടാൻ പറയുന്നല്ലോ. Sorry, sir. I don't know what to say. ഈ സമയത്ത് നമ്മുടെ ഫോഴ്സ് അപമാനപ്പെടരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. Sir. ആ ഓഫീസർ ആരാ? കമാൻഡർ നാനാവട്ടി. കാവസ് നാനാവതി? ഫിക്സ് ദിസ് മെനൻ. തീർച്ചയായും. I can't believe this, Menon. Kavas is such a fine gentleman. സർ, ഇറ്റ്സ് എ ഹോറബിൾ ട്രാജഡി. അദ്ദേഹം ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒന്നും ക്രിമിനൽ അല്ല സർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നത്. ചരിത്രം നമ്മളെ ജഡ്ജ് ചെയ്യും സർ. I was in Delhi yesterday. Prime Minister, the Defense Minister, Defense Secretariat, എല്ലാവരെയും കണ്ടിരുന്നു. ആൻഡ് വി ഓൾ ഫീൽ നീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. നൗ നമുക്കാവശ്യം ഇപ്പോൾ നല്ലൊരു ലോയറാണ്.
നിനക്കിതേന്ന് പുറത്തു വരാൻ പറ്റും. സർ, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. സ്റ്റോപ്പ് ടോർച്ചറിങ് യുവർ സെൽഫ് മാൻ. നീ നേവിയുടെ ബെസ്റ്റ് കമാൻഡറാണ്. ട്രസ്റ്റ് മീ, നിനക്കൊന്നും സംഭവിക്കില്ല. നീ ചെയ്യേണ്ടത് ഇതിലൊരൊപ്പിട്ടാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ലോയേഴ്സ് നോക്കിക്കോളും. സോറി സർ. ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? നിന്നെക്കുറിച്ചല്ലെങ്കിലും നിന്റെ യൂണിഫോമിനെ കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിക്ക്. സത്യവാൻ ഹരിചന്ദ്രനായി മാറിയാലേ ഭാരതരത്നമൊന്നും കിട്ടാൻ പോകുന്നില്ല. സർ, ഇതാണ് എൻ്റെ ഫൈനൽ ഡിസിഷൻ. ഞാൻ സൈൻ ചെയ്യില്ല. സർ, ഉടൻ തന്നെ കാവസിനെ നേവൽ കസ്റ്റഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സർ. മിസ്റ്റർ ലോഗോ, പേപ്പർ വർക്ക് തുടങ്ങാം. മേഡർ ചാർജസ് ഉണ്ട്. കമാൻഡർ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റഡിയിൽ തരാൻ പറ്റുക? കമാൻഡർ കാവസ് നാനാവതി ഒരു നേവൽ ഓഫീസർ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു. മാത്രമല്ല ഒരു കൊലപാതകയും കൂടിയാണ്. ഡോണ്ട് മെസ് വിത്ത് ദ ഫോഴ്സസ് ഓഫീസർ. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള കേസുകൾക്കെല്ലാം ഞങ്ങളുടെ നേവൽ കോർട്ടുണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ സർ, ഞാൻ എൻ്റെ ഡ്യൂട്ടി മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ ഓഫീസർ, അക്കോർഡിംഗ് ടു നേവൽ ആക്ട്, all offenses by a naval officer are to be tried under court martial. Except rape and murder. Naval Act 1957. ഞാൻ വായിച്ചിട്ടുണ്ട് സർ. കമാൻഡർ കാവസ് നാനാവതി ഒരിക്കലും ഒരു കുറ്റവാളിയല്ല. He is a hero. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം മിസ്റ്റർ ലോബോ. നീ അദ്ദേഹത്തെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ വിട്ടില്ലെങ്കിൽ കോടതി നിങ്ങൾക്ക് ഉത്തരവ് പുറപ്പെടുവിക്കും. ക്യാപ്റ്റൻ കോഹ്ലി, ഇത് ലോയറിനും ജഡ്ജിക്കും ഇടയിലുള്ള കാര്യമാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലെറ്റ്സ് ഗോ സാമുവൽ. ഇത്രയും നാളും സൈക്കിൾ മോഷണവും വാടകക്കാരും വീട്ടുടമസ്ഥരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഭാഗ്യം വന്നു. ചരിത്രത്തിൽ പേര് നേടാനുള്ള ഒരു സന്ദർഭമാണിത്. അതെ, നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് വന്നേ. ആരാ നീ ഇരിക്കുന്നേ? ആ, ഞാൻ ഇരുന്നോളാം. നിങ്ങൾ അതി ഫോൺ എടുക്ക്. ഹലോ ചന്തു സാർ. ഓ, ഞാൻ കേൾക്കുന്നുണ്ട്. സോറി. സാർ, അത് വളരെ നന്ദിയുണ്ട്. എന്താ പറയേണ്ടത് എനിക്ക്? താങ്ക് യു സാർ. സാർ, എന്തു പറ്റി? നിങ്ങൾക്കെന്താ ലോട്ടറി അടിച്ചോ? അല്ല, ലോട്ടറി അല്ല, അതിലും കൂടുതലാ. നാളെ മുതൽ ഈ ചന്തു ത്രിവേദിയുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കും. ത്രിവേദിയെ, നാനാവട്ടി കേസ് തനിക്ക് കിട്ടിയല്ലോ. നിനക്ക് ഭാഗ്യമുണ്ടടി. സത്യമാണ്. എന്തായാലും സമയം തെളിഞ്ഞു. പത്രത്തിലൊക്കെ പേര് വരാൻ തുടങ്ങിയല്ലോ. സത്യമാണെന്നേ. ആ ചേട്ടാ 3 ചായ. ചന്തുവേ, ഇന്നത്തെ ചായക്കാശ് നീ കൊടുത്തേ കേട്ടോ. എത്ര വലിയ കേസാ കിട്ടിയത്. മിക്കവാറും മറ്റൊരു കല്യാണം കൂടെ നടത്തും. പുതിയ പെണ്ണിനെയും സ്ത്രീധനം ഒക്കെ. ഒന്ന് വെറുതെ ഇരിടൂ. ത്രിവേദി, ഈ കേസിലും തോറ്റാലുണ്ടല്ലോ. പിന്നെ ഈ വക്കീലിന്റെ കോട്ട് ഊരിക്കളഞ്ഞ് കോർട്ടിന് പുറത്ത് ടൈപ്പ് റൈറ്റിംഗ് അടിക്കേണ്ടി വരും. ഒരുപക്ഷെ ജയിക്കുകയാണെങ്കിൽ നീ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഞാൻ റെഡിയാ. നിന്റെ ഒപ്പം എന്റെ പേരും പത്രത്തിൽ വരുമല്ലോ. ഇവൻ അതാണ് കാര്യം. ത്രിവേദി, താൻ എന്താ കരുതുന്നേ?
ഈ കേസ് ജയിക്കാനുള്ള വല്ല സാധ്യതയുണ്ടോ? ഇതൊക്കെ വെറും ചീള് കേസല്ലേ. ഞാനൊന്ന് എണീറ്റ് നിന്നാ മതി, അത്രേ ഉള്ളൂ. ആ കാവസിന് കൊലക്കേറ് കിട്ടും. പിന്നെ ഇവൻ എന്റെ അസിസ്റ്റന്റാ. പാർസി കമ്മ്യൂണിറ്റി ഒന്നിച്ചു ചേർന്ന് കാവാസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നു. അവർ അക്കാലത്തുള്ള വളരെ പ്രസിദ്ധനായ വലിയൊരു ഡിഫൻസ് ലോയറായ കാൽ കണ്ടാലെ തീരുമാനിക്കുന്നു. സർ, മിസ്റ്റർ മാണിക് ഷാ സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മിസ്റ്റർ നാനവതി, ഇന്ന് പാഴ്സി പഞ്ചായത്ത് ഹെഡ് സൗരവ് അങ്കിൾ അദ്ദേഹം ഫോൺ ചെയ്തിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞ അതേ കാര്യം തന്നെ നിങ്ങളോടും പറയുന്നത്. കാവസിനൊന്നും സംഭവിക്കില്ല. പക്ഷേ അയാൾ സറണ്ടർ ആയല്ലോ, എല്ലാം തുറന്നു പറയുകയും ചെയ്തു. ടെൻഷൻ അടിക്കണ്ട, വീട്ടിൽ പോയി സമാധാനമായിട്ടിരുന്നുള്ളൂ. കാവസ് വളരെ സുരക്ഷിതനാണ്. കാവസ് ഇപ്പോൾ ഷിപ്പിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ. 5-6 മാസം കഴിഞ്ഞ് ഷിപ്പ് തിരിച്ചു വരുമ്പോൾ കാവസ് വീട്ടിലേക്കെത്തും. പ്ലീസ് ടേക്ക് ഫോം. ആ സർ, ഇതാണ് കേസിന്റെ ഫയല്. ഈ കേസ് അത്രയ്ക്ക് ഈസി ആവുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇതിൽ ജയിക്കാൻ ഒരു സാധ്യതയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ സാർ ഇപ്പോഴല്ലേ പറഞ്ഞത് ആ കാവസ് തിരിച്ച് വീട്ടിലെത്തുമെന്ന്. കാവസിന്റെ ഫേവറായിട്ട് ഒന്നും തന്നെയില്ല. പ്രേം അഹോജയ്ക്ക് കാവസിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നു. ഇതറിഞ്ഞ് കാവസ് ദേഷ്യപ്പെട്ടു. ബ്രോഡ് ലൈറ്റ് ഗൺ കയ്യിലെടുത്തു. 3 വിറ്റ്നസിന്റെ മുമ്പിൽ കൂടി കാവസ് പ്രേമിന്റെ ബെഡ്റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം ബാങ് 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 3 ഗൺഷൂട്ട് നടക്കുന്നു. ആൻഡ് ദെൻ വാട്ട്, നേരെ പോയി ക്രൈംബ്രാഞ്ചിൽ സറണ്ടർ ആവുന്നു. കറക്റ്റ്. അന്ന് ആ റൂമിൽ എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒന്നും തന്നെ അറിയില്ല. എല്ലാം അദ്ദേഹത്തിന്റെ എതിരാണ്. നോ ബബിൾ, നമ്മൾ ജയിക്കാൻ സാധ്യതയില്ല. ആർക്കും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരാൾ ഒഴിച്ച്. ആരാ സാറേ? കമാൻഡർ കാവസ് മാണിക് ഷോ നാനാവതി ഹിംസെൽഫ്. ഇതെന്താ ഗോഡൌൺ പോലെ ഉണ്ടല്ലോ. എന്ത് മുറിയത്? എന്റെ പഴയ കേസിന്റെ ഫയൽസ് എല്ലാം ഇതിലും നല്ലൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തമില്ലാത്തവര്. ഐ എം കാൽ. ഐ പ്രാക്ടീസ് ക്രിമിനൽ ലോ. ഞാനാണ് നിങ്ങളുടെ ഡിഫൻസ് ലോയർ. ഞാൻ 3 വാക്കുകൾ പറയാം. നത്തിങ് ടു വറി. താങ്ക് യു വെരി മച്ച്. പക്ഷേ എനിക്ക് ലോയറിന്റെ ആവശ്യമില്ല. കവസ് ഗിൽറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഒരു പോരാളിക്ക്. ഈ റൂമിന് പുറത്ത് എവ്രി വൺ, പാഴ്സി കമ്മ്യൂണിറ്റി മാത്രമല്ല, എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അവരെല്ലാവരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചെയ്തത് ശരിയാണ്. അവർക്കെല്ലാം നിങ്ങളൊരു ഹീറോയാണ്. നേഷൻ വാണ്ട്സ് ദെയർ ഹീറോ ബാക്ക്. പിന്നെ ഇത് ക്ലയന്റ് അറ്റേണി എഗ്രിമെന്റ്. ജസ്റ്റ് സൈൻ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഐ അപ്രിഷ്യേറ്റ് ഇറ്റ്. പക്ഷെ എനിക്ക് അഡ്വക്കേറ്റ് വേണ്ട. ഞാൻ പറഞ്ഞ സത്യത്തിൽ തന്നെ മുറുകെ പിടിക്കാൻ പോവുകയാണ്. നോ പ്രോബ്ലം. നോ പ്രോബ്ലം അറ്റ് ഓൾ. കാളില്ലെങ്കിലും നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്.
സാറേ, സാറേ രാത്രി 11 മണിയായി. പ്രസ്സിൽ എല്ലാവരും കാത്തിരിക്കുക. ഓമി, ജനങ്ങൾ ആഴ്ചയിൽ 6 ദിവസം ബ്ലിറ്റ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. 2 മണിക്കൂറോടെ കാക്കട്ടെ. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? ഹലോ, ബ്ലിറ്റ്സ് ഓഫീസ്. ആ, ഒരു മിനിറ്റ് സാറേ. സാറേ, ഡൽഹിയിൽ നിന്ന് മേനോൻ സാറാണ് വിളിക്കുന്നത്. ഇന്ദുവിന് ഡിവോഴ്സ് ആയോ? നോ ഐഡിയ സാർ, ചോദിക്കണം. ഐ ആം നോട്ട് ആസ്കിങ് യു. ഗിവ് ഇറ്റ് മീ. കോമ്രേഡ് മേനൻ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ? എത്രാമത്തെ പെഗ്ഗ അടിച്ചോണ്ടിരിക്കുന്നത്? ഫോർത്ത്. വെളിവോടിരിക്കുന്നോ അതോ രാവിലെ വിളിക്കണോ? ഈ സമയത്ത് ഡിഫൻസ് മിനിസ്റ്റർ വിളിച്ചിരിക്കുന്നു. തലക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും തെളിഞ്ഞോളും. എനിക്ക് ബോധമുണ്ട്, പറഞ്ഞോളൂ. കമാൻഡർ നാനാവട്ടി കേസിനെ പറ്റി നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. പണ്ഡിറ്റ് ജിക്കും എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞങ്ങൾ ബ്ലിറ്റ്സും നിങ്ങളും ചേർന്ന് ആ കമാൻഡറിനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കമാൻഡർ നാനാവതി has killed an innocent man. ഇതൊരു ഒറ്റപ്പെട്ട മനുഷ്യന്റെ കാര്യമായിട്ട് നിങ്ങൾ കരുതരുത്. ഇവിടെ സംസാരിക്കുന്നത് കാവാസിനെ പറ്റിയുള്ള കാര്യമല്ല. ഇതിൽ നേവി സംബന്ധപ്പെട്ടിരിക്കുന്നു, ഗവൺമെന്റിന്റെ അഭിമാനവും സംബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ദേശത്തിന്റെ സുരക്ഷയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു സാധാരണ കാര്യമാണെങ്കിൽ ഞാൻ എന്തിനു നിങ്ങളെ 12 മണിക്ക് ഫോൺ ചെയ്ത് ഉപദ്രവിക്കണം? So say it straight. It's an order, right? നിങ്ങൾ അങ്ങനെ കരുതുകയാണെങ്കിൽ ശരി, അങ്ങനെ തന്നെ കരുതിക്കൂ. ഒരു കാര്യം പറയൂ, നിങ്ങൾ ഈ കാര്യം ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാണോ? രാജ്യത്തിന് വേണ്ടി ചെയ്തല്ലേ പറ്റൂ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ലൂസി കരഞ്ചിയ ആൻഡ് ബ്ലിറ്റ്സ് ഈ കഥയുടെ 2 പ്രധാനപ്പെട്ട അഭിനേതാക്കളാകാൻ പോകുന്നു. ആക്ഷൻ. മാഡം, മാഡം, ഷോട്ട് എടുക്കുന്നിടത്ത് സ്മോക്ക് ചെയ്യാൻ പാടില്ല. നിന്റെ ഹീറോയോട് ചെന്ന് പറ, എനിക്ക് സമയം കളയുന്നതും വെയിറ്റ് ചെയ്യുന്നതും ഇഷ്ടമല്ലെന്ന്. നിങ്ങൾ ആരാണ് മാഡം? നിത്യ ജോഷി, ദ ജേർണലിസ്റ്റ്. പോയി ചായ കൊണ്ടുവാ. ആ, ശരി. വിദ്യ മാം, ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് റൂസി കറഞ്ചിക്ക് ഒരു ഫോണുണ്ട്, കാവസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി. നാശം. ഐ ഹാവ് ടു ടോക്ക് ടു മേമി. ഓ അല്ലാ, കൊള്ളാലോ. അങ്കിളെ, വളരെ നല്ല കാര്യമാണ്. ആ, ഒരു മിനിറ്റ്. ആ, പറയൂ. ചന്തു ത്രിവേദി. ഞാനാണ്. നിങ്ങൾ ആരാണ്? മേമി അഹൂജ. മേമിയ. ആ, വരൂ വരൂ വരൂ, അകത്തേക്ക് വരൂ. ആ, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കുമോ? നിങ്ങളുടെ ചേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കേസിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെ പോകുന്നു? എല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നു. നമ്മൾ ഈ കേസ് ജയിക്കും തോന്നുന്നുണ്ടോ? തീർച്ചയായും, അതിന് ഒരു സംശയമില്ല. സറണ്ടർ ആയിട്ടുണ്ട്, ആയുധവും കിട്ടിയിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാൻ ജഡ്ജിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. 2 ഹിയറിംഗ് കൊണ്ട് കേസ് തീർത്തു തരും. ഈ കേസ് ജയിക്കുന്ന അത്ര എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? പിന്നല്ലാതെ. നിങ്ങളോട് ഡിഫൻസ് ലോയർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതുകൊണ്ടാണ് ചോദിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ വക്കീലാണ് അയാൾക്ക് വേണ്ടി വാദിക്കുന്നത്. ആരാ ലോയർ? കാൽ കണ്ടാലവാല. നമുക്ക് കാണാന്നേ. മേമി മാഡം,
ഡിഫൻസ് പാർട്ടിയുടെ അവസാനത്തെ ഡിഫൻസ് വിശ്വാസമാണ്. ഈ സിറ്റിയിലെ ഏറ്റവും പ്രമുഖ വക്കീൽ കാൽ ഖണ്ഡാലയെ എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത്? വിശ്വാസം. അത് മാത്രമല്ല, അവന് പാഴ്സ്യ. ഇതുപോലത്തെ കഷ്ടകാലത്തിലെ കൂടെയുള്ളവർ, സ്വന്തം സമുദായത്തിലുള്ളവർ എല്ലാവരും ഒന്നിച്ചു ചേരും. നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കേസ് നമ്മൾ തന്നെ ജയിക്കുകയുള്ളൂ. ക്ലിയർ. വക്കീലിന്റെ ഡ്രസ്സൊക്കെ ഓക്കെ അല്ലേ? ഒരു ഡെഡ് ബോഡി ഉണ്ട്, ഒരായുധമുണ്ട്, പിന്നെ ഒരു കൺഫെക്ഷൻ ഉണ്ട്. Counsels, let us not waste each other's time. The case is going to trial. മൈ ലോർഡ്, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. പറയൂ. ഞാൻ പ്രാക്ടീസ് ചെയ്ത 15 വർഷം ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഇത്രയും വലിയ സീരിയസ് ആയ ഒരു കേസ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വായിച്ചതുമില്ല. ബിക്കോസ് ദാറ്റ് മാൻ സ്റ്റാൻഡിംഗ് ദെയർ, he is not only just my client but also honorable officer of Indian Navy. ഇന്ത്യൻ നേവി ഞാനും എന്താ കരുതുന്നെന്ന് വെച്ചാൽ, കമാൻഡർ നാനാവതിയുടെ സ്റ്റാറ്റസ് കണക്കിലെടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ നേവൽ കസ്റ്റഡിയിൽ വിട്ടയച്ചാൽ നന്നായിരിക്കും. എനിക്ക് ഒരു കാര്യം പറയാമോ? കാൽ സാർ ഒരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു. നേവി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എനിക്കും ആ നേവിയിൽ വളരെയധികം വിശ്വാസമുണ്ട്. കമാൻഡറിനെ പറ്റി അറിയാത്തവർ ആരുമില്ല. പോലീസ് കസ്റ്റഡിയിൽ കമാൻഡർ സാറിനെ എല്ലാവരും മര്യാദയായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഇദ്ദേഹത്തെ ലോക്കപ്പിലിടാതെ റെക്കോർഡ് റൂമിലാണ് ഇരുത്തിയത്. രാവിലെയും രാത്രിയിലും കഴിക്കാനായിട്ട് മട്ടൻ ബിരിയാണിയാണ് കൊടുത്തത്. ഇവിടെ എന്തെങ്കിലും അദ്ദേഹത്തിനോട് ബഹുമാനമില്ലാതെ പെരുമാറിയാൽ നേവൽ കസ്റ്റഡിയിൽ വിടാം. ഖാൽ സാർ, നിങ്ങളൊരു കാര്യം മറന്നുപോയി. 1957 നേവൽ ആക്ടിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, നേവൽ കസ്റ്റഡി മർഡർ ആൻഡ് റേപ്പ് കേസിൽ ഒരിക്കലും നൽകാൻ പാടില്ല. കൂടാതെ നമ്മുടെ കമാൻഡർ സാർ ഒരു മർഡർ അല്ലേ? മർഡർ ചെയ്തിട്ടില്ല ത്രിവേദി, കുറ്റം ചുമത്തപ്പെട്ടു, അത്രയേ ഉള്ളൂ. ആൻഡ് മൈ ലോർഡ്, എന്റെ ക്ലയന്റ് ഒരു കുറ്റവാളിയല്ലെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. വാട്ട് എ ഹീറോ. ത്രിവേദി സർ, ഞാൻ നേവൽ കസ്റ്റഡി റിക്വസ്റ്റ് ഗ്രാന്റ് ചെയ്യുന്നു. ബട്ട് കാൾ സർ, ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അപ്ലൈ ഫോർ റിവേഴ്സൽ ഓഫ് ദിസ് ഓർഡർ ഇഫ് ഗിവൻ ദ സ്ലൈറ്റസ്റ്റ് റീസൺ. ഇനി ഈ ട്രയൽ സെഷൻ കോർട്ടിൽ തുടങ്ങും. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. Yes, sir, you are right. You said only call could do it. He did it. കൂടുതൽ സന്തോഷിക്കാൻ വരട്ടെ സാറേ. ഡൽഹിക്ക് ഇനി കുറെ ദൂരം കൂടി പോകാനുണ്ട്. അടുത്ത ഹിയറിംഗിലെ ജഡ്ജി മേത്തയാ ഉള്ളത്. അദ്ദേഹം വളരെ ടഫായിട്ടുള്ള ആളാ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പ്രോസിക്യൂഷൻ കഥയിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരു കഥ ഉണ്ടാക്കിയേ പറ്റൂ. പാവ, അവൻ നാടിനെ രക്ഷിക്കാൻ പോയ സമയത്ത് ഈ വിവരം കെട്ടവനോ അവന്റെ പെണ്ണുപിള്ളയുടെ പുറകെ പോയി. എന്റെ ഹസ്ബൻഡ് സിൽവിയെ കണ്ടിട്ടുണ്ട്. അതെയോ? എങ്ങനെയുണ്ട് കാണാൻ? ആ, കാണാൻ കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. സൗന്ദര്യം അത്രയൊന്നും ഇല്ലത്രേ. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാ? ചില സ്ത്രീകൾ ഇങ്ങനെയാ, ഒരാൾ പറ്റത്തില്ല. അല്ല, ഇങ്ങേരെങ്ങനെ കുറ്റവാളിയാകുന്ന? പറഞ്ഞ ശരിയാ. ഞാനായിരുന്നെങ്കിൽ പോലും വെടിവെച്ചന്.
സർ, സാറാണ് ഞങ്ങളുടെ ഹീറോ. സാർ ചെയ്തതെല്ലാം തന്നെ ശരിയാ. കോടതി എന്തു പറയുന്നറിയില്ല, പക്ഷെ സാറ് ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ. അങ്ങനെയുള്ളവരെ അങ്ങനെ തന്നെ വേണം സർ ചെയ്യാൻ. നമ്മൾ കുടുംബം വിട്ട് നാട്ടിന് വേണ്ടി ജീവൻ നൽകുന്നു. ഈ നായകൾ നമ്മൾ ഇല്ലാത്ത സമയത്ത് ഇത് വെറും തുടക്കം മാത്രമായിരുന്നു. അതിന് നിങ്ങളെന്താ പറയാറ്? എ ടീസർ, എ സ്നീക്ക് പീക്ക്. ഒരു ഹീറോ, ഒരു വില്ലൻ, ഒരു ജഡ്ജ്, ഒരു ജോക്കർ, ഒരു ജൂറി, അങ്ങനെ എല്ലാവരും ഇതിലുണ്ടായിരുന്നു. സർ, ഇതിൽ നിങ്ങൾ ആരായിരുന്നു? ഇതിൽ ഞാനിവിടെ ഉണ്ടാവില്ല. ഗെറ്റ് യുവർ ഫാക്ട്സ് റൈറ്റ്. സർ, ഇപ്പോൾ I was an outsider. Because strings can only be pulled from the outside. എൻ്റെ എൻട്രി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്.